ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. സ്തോത്രം. കൂട്ടി വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം മനസ്സിലാകണമെങ്കിൽ അല്പം പ്രയാസമാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അത് ഗ്രഹിപ്പിക്കാതിരിക്കാൻ പിശാച് ഏറ്റവും അധികം തടുക്കുവാനിടയായിത്തീരും. പിശാചിൻ്റെ അന്ത്യത്തെക്കുറിച്ചും എല്ലാം കൃത്യമായി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ശത്രുവായ പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് നമ്മൾ പലരും വെളിപ്പാട് പുസ്തകം അങ്ങനെ വായിക്കാറില്ല. അതങ്ങ് മാറ്റി വെച്ചേക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ വീടുകളിൽ സദൃശവാക്യം വായിക്കുന്നത് പോലെ തന്നെ ചില ആളുകൾ നിരന്തരമായി സദൃശവാക്യങ്ങൾ വായിക്കാറുണ്ട്. അതും ഒരു അനുഗ്രഹമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ പറ്റുമെങ്കിൽ ഇടയ്ക്ക് വെളിപ്പാട് പുസ്തകവും കൂടെ വായിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം 20, 21, 22 അധ്യായമൊക്കെ മരിക്കുമ്പോൾ മരണസ്ഥലങ്ങളിൽ വായിക്കാറുണ്ട്. കാരണം ഏറ്റവും അധികത്തെ സമാപ്തിയെക്കുറിച്ചാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ആദ്യം മുതൽ പറയുന്നതാണ്. വായിച്ചു കേൾക്കുന്നവരും അതിലെ വചനം പ്രമാണിക്കുന്നവരും ആരാണ്? ഭാഗ്യവാന്മാരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഇടയാക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എന്ന് പറയുമ്പോൾ സ്തോത്രം മർമ്മം മഹദിയാൻ ബാബിലോണിനെ കുറിച്ചുള്ള കാര്യമാണ്. 18-ാം അധ്യായം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരം ഉള്ള സ്ഥലങ്ങൾ, അവൻ്റെ അധികാരങ്ങളുള്ള സ്ഥലങ്ങൾ, ആ പട്ടണങ്ങൾ, അത് നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാനായിട്ടിടയായിത്തീരും. ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കുന്ന കാര്യം യോഹന്നാനോട് ഇവിടെ കയറി വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതായ ഒരു കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ ബാബേലിനെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. നിമ്രോദ് ആണ്ട് അതിൻ്റെ ആരംഭം. സ്തോത്രം. ആരംഭമായ മനുഷ്യൻ. അതിനുശേഷം നമ്മൾ ബാബേൽ അഥവാ ഭാഷ കലക്കിയതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബാബിലോണിനെ കുറിച്ചുള്ള അവരുടെ ന്യായവിധിയെക്കുറിച്ചാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ സ്തോത്രം ബാബിലോണിൻ്റെയും അതിൻ്റെ ഭരണാധിപൻ്റെയും നാശത്തെക്കുറിച്ച് വെളിപ്പാട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഹല്ലേലൂയ. വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി. ബാബേൽ രാജാവിനെ കുറിച്ച് പാട്ട് പാടും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും പലയിടങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രവാചകന്മാർ പലരും മാറി മാറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ബാബേൽ രാജാവിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി. അനേകരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവരാണിവർ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ നെബൂഖദ്നേസർ രാജാവ് വന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് പോയതാണ്. നമുക്കറിയാം ദാനിയേലിനെയും ആ കൂട്ടരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകാനിടയായി. അവിടെയുള്ള അനേകരെ കൊല്ലുവാനിടയായി, രാജാക്കന്മാരെ കൊല്ലുവാനിടയായി. അവർ അനേകരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ബാബിലോണിനെയും അവൻ്റെ അധിപൻ്റെയും നാശത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. അത്ര കേമമായ സ്ഥലമാണ്. പ്രവാചകൻ അതേക്കുറിച്ച് യെശയ്യാവിനത് വെളിപ്പെട്ടു. സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. യഹോവ വാഴുന്നവരുടെ ചെങ്കോൽ.
ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഒടിച്ചു കളയുവാനായിട്ടിടയായിത്തീരും. ആര് ആവശ്യമില്ലാതെ ദൈവത്തെ കൂടാതെ ഉയർന്നോ അവിടെ നാശമുണ്ടാകും. ദൈവത്തെ കൂടാതെ ഉണ്ടാകുന്ന സകല കാര്യത്തിനും നാശമുണ്ട്. സ്തോത്രം. ആര് ഉയർന്നാലും നാശമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. സ്തോത്രം. നമ്മൾ അതിൻ്റെ 12 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പ്രത്യേകമായ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ശക്തികളെല്ലാം പൈശാചിക ശക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാബേലിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ വ്യാപരിച്ചത് പണ്ട് ഏദനിൽ കടന്നു വന്ന മഹാസർപ്പം, അവനിൽ വ്യാപരിച്ച അതേ ആത്മാവാണ് ഇവനിൽ വ്യാപരിക്കുന്നത്. അപ്പോൾ അവരുടെ പുസ്തകം രേഖപ്പെടുത്തുന്നത് അവരുടെ ഭരണാധിപൻ്റെ നാശമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവരിൽ വ്യാപരിക്കുന്ന അതിൻ്റേതായ നാശം. സാധാരണ നമ്മൾ സ്തോത്രം ലൂസിഫറിനെ കുറിച്ചാണ് ഈ വചനം പറയാറുള്ളത്. കാരണം അവനാണ് ഇതിൻ്റെ അധികാരമെല്ലാം നടത്തുന്നത്, ചുക്കാൻ പിടിക്കുന്നത്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുകയാണ് ലൂസിഫറിനെ കുറിച്ചാണ് സത്യത്തിൽ ഈ കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ ബാബേലിനോടുള്ള ബന്ധത്തിലും അവിടെ അവനാണ് അതിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ പറയുകയാണ്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? സ്തോത്രം. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ. അതുപോലെ ബാബേലിനെ കുറിച്ചുകൂടുള്ള ചേർന്നുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേക ജാതികളെ താഴ്ത്തി കളഞ്ഞവനാണ്, അനേക പ്രവൃത്തികൾ അവൻ ചെയ്തതാണ്. നീ എങ്ങനെയാണ് വെട്ടേറ്റ് വീണത്? ഞാൻ സ്വർഗത്തിൽ കയറും. സ്തോത്രം. ഇവിടെ ലൂസിഫറിനെ കുറിച്ചുള്ള കാര്യം പറയുകയാണ്. പിശാചായവൻ ദൈവദൂതനായിരുന്നു. അവൻ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ, അവൻ്റെ അഹങ്കാരം പറയുക. സ്തോത്രം. എവിടെ അഹങ്കാരം വന്നാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാശമുണ്ട്. നമ്മുടെ ചില കല്യാണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രസ്സും അവിടുത്തെ സ്റ്റേജും അവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ആവശ്യമില്ലാതെ പൊടിക്കുന്നതെന്നറിയാമോ? ആവശ്യമില്ലാതെ ലക്ഷങ്ങൾ. നമുക്കൊന്നും അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. സ്റ്റേജും ആ ക്രമീകരണത്തിന് വേണ്ടി മാത്രം തന്നെ ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇടയിലെ ആളുകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അദാനിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചോ അല്ല പറയുന്നത്. അവർ കോടാനുകൂടി മുടക്കുന്നു. അവർ മുടക്കുമ്പോൾ അവർക്ക് അവരുടെ ഷെയറിന് വാല്യൂ കൂടും. അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അവർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ ആളുകൾ, സ്തോത്രം, അത്യാവശ്യമായ സ്റ്റേജും കാര്യവും ഭക്ഷണവും എല്ലാം വൃത്തിയാക്കിയിടുന്നത് നല്ലതാണ്. എന്നാൽ ആഡംബരം കാണിക്കുന്നവർ, സ്തോത്രം, ഈ ആഡംബരം കാണിക്കുന്നൊരു പരിപാടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ ഇപ്പോൾ പറ്റുന്നൊരു കുഴപ്പം, ഒരു കല്യാണമോ കാര്യമോ ഉണ്ടെങ്കിൽ സകല ആളുകളെയും വിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സകല ആളുകളെയും വിളിക്കും. സകല ആളുകളെയും വിളിച്ചിട്ട് എന്തു ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. നിരനിരയായി ഇരുത്തും. ഇവർക്കാർക്കും ഒരവസരവും ഇല്ല. അവരെ പണം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നേക്കുക. കാരണം എന്തെങ്കിലും ഒരു അവസരം, ഒരു പ്രാർത്ഥനയോ ഒക്കെ മാത്രം കൊടുക്കും. അവരെ വാക്യം വായിപ്പിക്കാനൊന്നും വിളിക്കാൻ പറ്റുകയില്ല. കാരണം വാക്യം വായിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അവരെ വാക്യം വായിക്കാൻ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ പൊസിഷൻ അനുസരിച്ച് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി, അവരുടെ പ്രതാപം, ഒരു ശുശ്രൂഷയില്ലാത്തടത്ത് നമ്മൾ പോകാത്തതാണ് നല്ലത്. അല്ലേ പോയി കല്യാണം ഉണ്ടേച്ച് പോരുക. ഞാൻ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഒരു കാര്യവും ഇല്ലെങ്കിൽ നമ്മൾ പോകാത്തതാണ് നല്ലത്. അവിടെ നമുക്ക് ശുശ്രൂഷകന്മാരായ ആളുകൾ ഇപ്പോൾ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷകന്മാർ പോകണം. കാരണം അവരുടെ ആ റോളിൽ പോകണം. അല്ലെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കല്യാണം വിളിച്ചാൽ എല്ലാവരെയും കൂടെ അവസരം കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ പാസ്റ്റർമാരെയൊക്കെ വിളിക്കും. അപ്പോൾ അവർ വരും. എന്നാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉന്നതന്മാരായ ആളുകളെ നിരനിരയായി ഇരുത്തി അവരുടെ വണ്ടിക്കൂലിയും എല്ലാം കൊടുത്ത് ഇരുത്തി പ്രതാപം കാണിക്കാൻ വേണ്ടി,
പ്രതാപത്തിന് വേണ്ടി കാണിക്കുന്ന ആ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രതാപത്തിന് വേണ്ടി കാണിക്കുന്നത്, സ്തോത്രം, ആ അനുഭവം, സ്തോത്രം, ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിക്ക് കാരണമാകും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിക്ക് കാരണമാകും. എന്നെ വലിയൊരു മുതലാളി ഈ ദിവസം എന്നാന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വിളിപ്പാനിടയായി. പെന്തക്കോസ്ത് ഗോളത്തിലെ ഏറ്റവും ഉയർന്ന പണക്കാരനായ ഒരു ആളാണ്. അദ്ദേഹത്തിന് 70 വയസ്സായതിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്നെ വിളിച്ചു. സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഏതായാലും പോകുന്നില്ലെന്ന് വെച്ചേക്കുക. കാരണം അവരുടെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ ഈ പാസ്റ്റർമാരെ എല്ലാം വിളിച്ച്, അപ്പോൾ സെൻട്രൽ പാസ്റ്റർമാരെ എല്ലാം വിളിച്ച് നിരനിരയായി ഇരുത്തിയിട്ട് ഒന്ന് സ്തോത്രം ചെയ്തിട്ട് നമുക്കൊക്കെ ഒരു കവർ കിട്ടും, വണ്ടിക്കൂലിയൊക്കെ കിട്ടും. അതിനുവേണ്ടി 100 കിലോമീറ്റർ അങ്ങോട്ട് പോകണം, 100 കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം. അതിനകത്ത് എനിക്ക് ആത്മീയമായ ഒരു നേട്ടവും ഇല്ല. കാരണം എന്നാ ചോദിച്ചാൽ ഒരു നേട്ടവും അതിനകത്തില്ല. സ്തോത്രം. അവർക്ക് ഒരു പറയാം, സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഇത്ര സെൻട്രൽ പാസ്റ്റർമാരെ വിളിച്ചു, ഇത്ര ലോക്കൽ പാസ്റ്റർമാരെ വിളിച്ചു, ഇത്ര കൺവെൻഷൻ പ്രാസംഗികന്മാരെ വിളിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കി അവിടെ നിരനിരയായി ചെല്ലുന്ന ആളുകളെല്ലാം പൈസയ്ക്ക് വേണ്ടി മാത്രം ചെല്ലുന്ന ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പോകാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടതായ ആളുകളുണ്ട്, ശുശ്രൂഷ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ടുണ്ട്. അവർ പോകുന്നതല്ലാതെ വിളിക്കുമ്പോൾ, ഇത്രയും ദൂരം പോകുമ്പോൾ പെട്രോളും അടിച്ച് പെട്രോൾ കാശും കൊടുത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് വലിയ സ്തോത്രമൊന്നുമല്ല ഉയരുന്നത്, പ്രതാപമാണ് ഉയരുന്നത്. സ്തോത്രം. സ്തോത്രമല്ല ഉയരുന്നത്, പ്രതാപമാണ് ഉയരുന്നത്. ആ മുടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താൻ പറ്റും. പാവപ്പെട്ട എത്രയോ ആളുകളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രതാപത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒന്നും പ്രതാപത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതാപത്തിന് വേണ്ടി, സ്തോത്രം, ഞാൻ പറഞ്ഞത് പ്രതാപത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന്മേൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഒരു വ്യാപാരമുണ്ട്. ഇവിടെ ലൂസിഫറിനെ കുറിച്ച് പറയുന്ന ലൂസിഫറിൻ്റെതായ വ്യാപാരം ആളുകളിൽ വ്യാപരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളൊരു വിവേചനം നമുക്കുണ്ടാകണം. ആത്മീയ ലോകത്തിലാണെങ്കിലും ലൂസിഫറിൻ്റെ മേൽ വ്യാപരിക്കുന്ന വ്യാപാരം, സ്തോത്രം, വ്യാപരിക്കും നമുക്ക് കാണാനറിയും. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും വിവേചനപരമുള്ളവരായിരിക്കണം. സ്തോത്രം. ആ ഒരു വരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വിവേചിപ്പാൻ വിവേചനപരമുള്ളവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അത് വായിച്ച മളെ അത് തന്നെ. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നുരുളും. ഇരുന്നരുളും. ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ എന്ത് ചെയ്യും? ഇരുന്നരുളും. സ്തോത്രം. ഉത്തരദിക്കെന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം വസിക്കുന്നത് അവിടെയാണെന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്തോ സങ്കീർത്തനത്തിൽ ഒരു വാക്യത്തില്ലേ, ഉയർച്ച വരുന്നത് തെക്ക് നിന്നുമല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? വടക്ക് നിന്നാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഈ വടക്കിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ച് വരും, കോമ്പസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കോമ്പസ് എങ്ങനെ തിരിഞ്ഞാലും അത് വെച്ചാണ് നമ്മൾ പെരയുടെയൊക്കെ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റോഡിൻ്റെ അനുസരിച്ചല്ല സെറ്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ തെക്ക് വടക്കാണ് ആ കോമ്പസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്ത ഈ കോമ്പസ് എപ്പോഴും വടക്കോട്ടേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെയും പറയുന്ന എന്നാ, ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. സ്തോത്രം. അവൻ്റെ ആ ഇത് മനസ്സിലാക്കണം. മേഘോന്നതങ്ങൾക്ക് മീതെ അവൻ കയറും. സ്തോത്രം. അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. മേഘോന്നതങ്ങളിൽ കൂടെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമാണ്. മേഘോന്നതങ്ങൾ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. അടുത്ത പ്രശ്നം, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞവൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. അയൽവക്കക്കാരോടും പറഞ്ഞില്ല, ചാർച്ചക്കാരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അവൻ്റെ ഹൃദയത്തിൽ തോന്നിയതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രയെത്ര ദുശ്ചിന്തകളാണ് വരുന്നത്, എത്രയെത്ര ഉന്നത ഭാവത്തിൻ്റെ പ്ലാനാണ് വരുന്നത്, എത്രയെത്ര കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമ്മുടെ ദൈവം അതറിയത്തില്ലേ? അതങ്ങനെയല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്
എന്നാൽ നീ പാതാളത്തിലേക്ക് ആ. നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ആ. ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ഇവനല്ലയോ എന്ന് പറയും. അപ്പം അതിനകത്ത് രണ്ടർത്ഥം വരുന്നുണ്ട്. ഒന്ന് ബാബേലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മേൽ വ്യാപരിച്ച അധിപനെക്കുറിച്ചും പറയുന്നുണ്ട്. അതാണ് പറഞ്ഞ പുസ്തകം വായിച്ച് ആ രീതി നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ബാബേലിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ്. സ്തോത്രം. വീണ്ടും നമ്മൾ സ്തോത്രം യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും എഴുതിയിട്ടുണ്ട്, ബാബേലിനെ തകർത്ത് കളയുമെന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേലിന്റെ നേരെയും എന്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും. നോക്കുക, ബാബേലിന്റെ നേരെ ദൈവം ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ ഉന്നതഭാവവും ഉന്നതമായ കാര്യങ്ങളും ഗർവും ആ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ബാബേലിൻ്റെ അനുഭവമാണ് നമുക്കുള്ളത്. സ്തോത്രം. വളരെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. അനേക ആളുകൾ ഉന്നതമായ ഗർവ്, ഉന്നതമായ ഭാവം, ഉന്നതമായ രീതിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്തുവാ ഉന്നതമായിട്ട് ഉള്ളത്? ഇന്നലെ നമ്മുടെ ഇവിടുത്തെ പണിക്ക് നമ്മുടെ മാമലശ്ശേരിയിലുള്ള ഷാജി എന്ന് പറഞ്ഞ ആൾ പണിയാൻ വന്നു. 7:15 കഴിഞ്ഞപ്പോഴേ ആശാൻ ഇവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് എന്നെ പാസ്റ്ററേന്ന് വിളിച്ചു. ഞാൻ കൈവൊക്കെ കാണിച്ചു. ഞാൻ ചോദിച്ചു, ഇന്ന് ഇവിടെ ആണോ പണിയുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പണിയാൻ തുടങ്ങി. 10 മണിയാകാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് നിൽക്കാൻ ഇങ്ങനെ വരുവാ. ഒരു കല്ലങ്ങ് എടുത്ത് വെച്ചതാ, നടുവ് അങ്ങ് വെട്ടിപ്പോയി. ഒരു കല്ലങ്ങ് വിട്ട് നിൽക്കാൻ മേലെ. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ ഇങ്ങനെ പ്രതിമ വരുന്ന പോലെ വരുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നടു വെട്ടിയെന്ന്. അപ്പോഴത്തെ കുനിയാൻ മേലെ, നിവരാൻ മേലെ, നിൽക്കാൻ മേലെ, ഇരിക്കാൻ മേല. ഞാൻ പറഞ്ഞത് സ്തോത്രം. എന്നിട്ട് പിന്നെ ഭാസ്കരൻ പുള്ളിയും കൊണ്ട് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്താണ് വന്നത്. ഞാൻ പറഞ്ഞത് നിസാര നടു ഒന്ന് വെട്ടിയാൽ, നമുക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. നടുവൊന്ന് വെട്ടിയാൽ നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. നമ്മുടെ പ്രഷർ ഒന്ന് മാറിയാൽ നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടാൽ നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകമായ സാക്ഷ്യം കേൾപ്പാനിടയായി. എനിക്ക് സങ്കടം തോന്നുന്നു. ഒരു മനുഷ്യൻ ആ ഓർമ്മയങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യും? നമുക്കങ്ങനെ പറ്റിയാൽ എന്ത് ചെയ്യും? നമ്മുടെ ആ റിലേ അങ്ങ് പോയി നമ്മളങ്ങ് ചിരിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിരിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ടല്ലേ ചിരിക്കുന്നത്, റിലേ പോയേക്കുവാണ്. സ്തോത്രം. അനുഭവം ഒന്ന് നോക്കിക്കേ. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ ആയിരിക്കണം. ഈ ബാബേലിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് ആ വ്യാപാരം വന്നാൽ, പൈശാചികമായ വ്യാപാരം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ അതിന്മേലൊരു ന്യായവിധിയുണ്ട്. അതിന്മേലൊരു ന്യായവിധിയുടെ അനുഭവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ 17-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ് മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെ മാതാവ്, ഭൂമിയിലെ മ്ലേച്ഛതകളുടെ മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇതാ മഹദിയാം ബാബിലോണാണ്. സ്തോത്രം. അങ്ങനെ ഒരു പേര്. സ്തോത്രം. വേശ്യമാരുടെ അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 1 മുതൽ 1-ാം വാക്യം മുതൽ വായിച്ചോ വീണ്ടും. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ. എന്താ പുസ്തകത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതിയേക്കുന്നത്? ഈ പദമൊക്കെ നമുക്ക് പരസ്യമായി പറയാനോ എടുക്കാനോ പറ്റുന്ന കാര്യമാണോ? നമ്മളത് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയത്തില്ലേ? ആരോടെങ്കിലും ഒരാളോട് വഴക്കുണ്ടാക്കുമ്പോൾ ആ പദം ഉപയോഗിച്ചാൽ ചീത്ത പറഞ്ഞെന്ന് വരും. പക്ഷെ പരിശുദ്ധാത്മാവ്
ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് പറയുന്ന എന്നാ? സ്തോത്രം. തന്റെ വേശ്യാവൃത്തിയുടെ തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ, തന്റെ വ്യാപാരത്തിന്റെ മധ്യത്താൽ, തൻ്റെതായ കാര്യങ്ങള് തീൻപൊളപ്പിന്റെ മധ്യത്താൽ, സ്തോത്രം, ഹല്ലേലൂയ, വ്യാപാര ശക്തി, ഹല്ലേലൂയ. നമ്മളൊന്നും ഒത്തിരി കാര്യങ്ങൾ നശിപ്പിക്കുന്ന കണ്ടിട്ടില്ല. ചില വലിയ വലിയ ഹോട്ടലുകളിലും വലിയ കാര്യങ്ങളും ചെന്ന് കഴിഞ്ഞാൽ അവർ പള്ളക്കളയുന്ന, പുറത്ത് കളയുന്ന ഫുഡ് വറുത്തതും പൊരിച്ചതും എന്നാൽ അത് ഉപയോഗിക്കാതിരിക്കണ്ടേ. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം അമേരിക്കയിൽ പോകാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് അവിടെ ഈ ബൊഫേയിൽ കയറും ആളുകൾ. വലിയ കോഴിക്കാലും അതുപോലുള്ളത് എടുത്തിട്ട് ഒന്ന് കടിച്ചേച്ച് അവരതങ്ങ് വെക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ വെക്കും. അവസാനം കിൻഡൽ കണക്കിന് സാധനമാണ് പുറത്തോട്ട് കളയുന്നത്. സ്തോത്രം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കിൻഡൽ കണക്കിന് സാധനം നമ്മുടെ ഇടയിൽ വലിയ വലിയ കല്യാണത്തിന് വലിയ കാലത്ത് എന്ന് ചുമ്മാതെ പാത്രത്തിൽ അങ്ങ് കളയുക. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഇറച്ചിയും കോഴിയും കാലും ഒക്കെ ചില കല്യാണത്തിന് കോഴി തികയാതെ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം കുടിയന്മാർ കുറേ പേര് ഇതിനകത്ത് കയറി. കുടിയന്മാർ കയറിയിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഓരോ കാലം പിടിച്ച് ഓരോ ചപ്പും. എന്നിട്ട് അവർ അനുഭവം ഞാൻ എടുത്തു പറയുന്നില്ല, ഞാൻ ആ കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓരോ കടി കടിച്ചേച്ച് ഈ വേസ്റ്റ് കളയും. എന്നിട്ട് തികയാതെ വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടപെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. ഇതെല്ലാം ഈ ഒരു വ്യാപാരമാണ്, ബാബിലോണിയ വ്യാപാരം. സ്തോത്രം, ഹല്ലേലൂയ. തീൻപൊളപ്പിൻ്റെ വ്യാപാരം. സ്തോത്രം. നമ്മളിതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ആഹാരം വേസ്റ്റാക്കിയാൽ അതിനും നമ്മൾ ദൈവസന്നിധി കണക്ക് പറയണം. ഇത് നിങ്ങൾ ചോദിക്കും, ബൈബിൾ ക്ലാസ്സിനിടയിൽ ഇതെന്തിനാണ് പറയുന്നതെന്ന്. ഇതിനകത്ത് ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആഹാരവും വസ്ത്രവും അതുപോലെയുള്ള കാര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ പറയും ഞാൻ പിശുക്കനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഞാൻ ഒരുമാതിരി ഇടാൻ പറ്റുന്ന എല്ലാ സാധനവും ഇടും, ഡ്രസ്സ്. കാരണം ഒരുമാതിരി ഇടാൻ പറ്റുമെങ്കിൽ ഇടും. സ്തോത്രം. പിന്നെ വെളുത്ത് ഞാനൊരു പാസ്റ്ററാകുന്നതുകൊണ്ട് ഒത്തിരി കറ പിടിച്ചതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. നമുക്കത് ആർക്കും കൊടുക്കാനും പറ്റത്തില്ല. ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വിഷമം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നമ്മളിതിനെല്ലാം കണക്ക് പറയണം. അപ്പോൾ നമ്മുടെ ജീവിതം ആ രീതി നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് കണക്ക് പറയണം. സ്തോത്രം. വായിച്ചോ മോളെ. സ്തോത്രം. തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യായവിധി ഞാൻ കാണിച്ചു തരാം. പെരുവെള്ളത്തിന്മേൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. ജനകോടികളുടെ മധ്യത്തിൽ വസിക്കുന്ന എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കറിയാം. സ്തോത്രം. അനേക വാക്യങ്ങളിൽ യെശയ്യാവ് 8 അവൻ്റെ അധ്യായം 7-8, 23:10, ജെരമ്യാ പ്രവാചകൻ 46:7, ഇതെല്ലാം സ്തോത്രം. ആ വെള്ളം സർവ്വലോക പെരുവെള്ളം എന്ന് പറയുമ്പോൾ സ്തോത്രം ജാതികളായിട്ടുള്ള ആളുകളാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താ ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നതെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ ഞാനൊന്ന് ചിന്തിച്ചായിരുന്നു. ആത്മനാഥനായ കർത്താവിനെ വിട്ട് സത്യസുവിശേഷത്തിന് വേണ്ടി എതിരായി നിൽക്കുന്നതെല്ലാം വേശ്യാവൃത്തിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചായിരുന്നു, പൗലോസ്ലീഹ പറഞ്ഞു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എന്ത് ചെയ്തിരിക്കുക. ഏക പുരുഷനുമായിട്ടുള്ള ബന്ധമല്ലാതെ വരുമ്പോൾ അതെല്ലാം വേശ്യാവൃത്തിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. 4-ാം നൂറ്റാണ്ട് മുതൽ സഭ സ്തോത്രം ദൈവത്തെ വിട്ട് മാറുവാനിടയായി. സഭ എന്ന് പറയുമ്പോൾ സംഘടന, ക്രിസ്തീയ സംഘടന. സഭയെന്ന് പറയുമ്പോൾ വിളിച്ചു കേട്ടപ്പെട്ടവരുടെ കൂട്ടമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. മറ്റല്ലാത്തതിന് സംഘടനയെന്നേ പറയാൻ പറ്റുള്ളൂ, സഭയെന്ന് പറയാൻ പറ്റുകയില്ല, സംഘടന. സ്തോത്രം, ഹല്ലേലൂയ. അനേകം പേര് അതിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിൽ ഒരെണ്ണം ഷെയർ ചെയ്തായിരുന്നു.
വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ആ കാലത്തെ ആളുകൾ, രാജാക്കന്മാരും പടയാളികളും എല്ലാം കൂടെ, സ്തോത്രം, ഹല്ലേലൂയ, തീ വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. വലിയൊരു സ്തംഭം പോലുള്ളത്തെ അദ്ദേഹത്തെ കെട്ടി നിർത്തി കഴിഞ്ഞേച്ച് രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാം വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സ്തോത്രം. അവിടെ ചുറ്റും വന്നിരുന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ രക്ഷപ്പെടണമെങ്കിൽ ഇത് തള്ളിപ്പറയണം. അവൻ പറഞ്ഞു, പറയത്തില്ല. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. എല്ലാവരും നോക്കി നിൽക്കുക, സ്തോത്രം. അപ്പോൾ തീ കൊടുക്കുന്നത് തന്നെ ഒന്ന് കാണിക്കണം. അവരത് അഭിനയിച്ച് കാണിച്ചതാണേലും ആ സംഭവം, അന്ന് നടന്ന സംഭവം ഒന്ന് അഭിനയിച്ചു. വലിയൊരു വിറക് കൂനി അങ്ങ് കൂട്ടി, എന്നിട്ടാണ് അതിൻ്റെ അടിയിൽ, സ്തോത്രം, തന്തൂരി പൊരിക്കുന്ന പോലെ. തന്തൂരി എങ്ങനെ ഉണ്ടാക്കുന്നത്? ഗ്രില്ലിലോട്ട് വെച്ചിട്ട് ഇത് ചെയ്യുക, സ്തോത്രം. അതുപോലെ ദൈവഭക്തന്മാരെ പൊരിച്ചെടുത്തവർ, സ്തോത്രം. എന്നിട്ട് നമുക്കത് കാണുമ്പോൾ ചിന്തിക്കാൻ പോലും മേല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ നമ്മളെങ്ങനെ രക്ഷപ്പെടുമെന്നൊന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെ ഒരു അനുഭവം വന്നാൽ, സ്തോത്രം, നമുക്ക് പറയാനൊരു എളുപ്പമുണ്ട്. അതിന് വാക്യത്തിൻ്റെ തെളിവ് ഞാൻ പറയാം. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കര. അപ്പം നമ്മുടെ നിഷ്കളങ്കത കർത്താവിനറിയാം. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തോ ചെയ്യണം? ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും, സ്തോത്രം. പക്ഷേ കർത്താവിന് വേണ്ടി നിന്ന ആളുകൾ, കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിച്ച ആളുകൾ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിന്ന ആളുകൾ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് പച്ചയായിട്ട് പറയാൻ പറ്റത്തില്ല, സ്തോത്രം. ഈ സർവ്വലോകത്തിലും പരന്നിരിക്കുന്ന നാമധേയ സംഘടനയാണ്, സ്തോത്രം, ഈ ഇത് വേശ്യ എന്നെഴുതിയിരിക്കുന്നത്, സ്തോത്രം, നാമധേയ സംഘടനയാണ്. അത് സർവ്വലോകത്തിലും, സ്തോത്രം, പരന്നതാണ്. അത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന്, സ്തോത്രം, സഭയെ എന്ത് ചെയ്യുന്നതാ? അകറ്റുന്നതാണ്, സ്തോത്രം. ഗംഭീരമായി പണിതിരിക്കുന്ന ദേവാലയങ്ങൾ എല്ലാമുണ്ട്. ജനങ്ങളെ അത് കാണിച്ച് അന്ധത പിടിപ്പിച്ചിരിക്കുക. ഗംഭീരമായി പണിതിരിക്കുന്ന ആലയം കാണിച്ച് ജനങ്ങളെ എന്ത് ചെയ്യുക? അന്ധത പിടിപ്പിക്കുക, സ്തോത്രം. ഇന്നും നമ്മുടെ ഇടയിലും അങ്ങനെ വന്നിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുക. ഗംഭീരമായ ആലയങ്ങൾ, AC ആവശ്യമില്ലാത്ത, ചിലത്ത് സൗണ്ട് പ്രൂഫൊക്കെ വേണം. എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാത്ത നാട്ടുംപുറത്ത് പോലും കാര്യങ്ങളൊക്കെ ചെയ്ത്, ശബ്ദം പുറത്തോട്ട് പോയാലും കുഴപ്പമില്ലാത്തടത്ത് പ്രൗഢിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഗംഭീരമായി പണിതിരിക്കുന്ന ആലയങ്ങൾ, എന്നിട്ട് ആളുകളെ അത് കാണിച്ച് അന്ധത പിടിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, അവസാന കാലത്തിൻ്റെ ആ സന്ദർഭത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് നമ്മൾ, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ വായിച്ചു കേട്ടല്ലോ, സ്തോത്രം. ഇത് റെക്കോർഡ് ചെയ്തു പോകുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് വിശദീകരിക്കാൻ പറ്റത്തില്ല, സ്തോത്രം. ഇത് ഏത് മരുഭൂമിയാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. യോഹന്നാനെ ആത്മാവിലാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. കർത്താവിനെല്ലാം സാധ്യമാണ്. നമുക്കറിയാം, ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ണനെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി എന്നാണ്. പിന്നെ അവനെ അസ്തോദിലാന്ന് തോന്നുന്നു കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിന്, പരിശുദ്ധാത്മാവിന് ഇത് സാധിക്കും. പരിശുദ്ധാത്മാവ് ഇവനെയും ആത്മാവിൽ എന്ത് ചെയ്തു? സ്തോത്രം, എടുത്തുകൊണ്ട് പോയി. വീണ്ടും, സ്തോത്രം, വായിച്ചോ 17:3. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ള, നമുക്ക് 7 തലയും 10 കൊമ്പും ഉള്ള മൃഗമൊക്കെ നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിലും, സ്തോത്രം, വായിച്ചതാണ്. കാരണം എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്തോത്രം, നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദാനിയേൽ കണ്ട സ്വപ്നത്തിനും ദാനിയേൽ കണ്ട അതിൻ്റെ അർത്ഥം എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ്. രാജാക്കന്മാർ, സ്തോത്രം, അല്ലെങ്കിൽ ആത്മീയമായ കള്ളപ്രവാചകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, സ്തോത്രം, ചെറിയ കൊമ്പ് മുളച്ച ആട്ടും കോറ്റൻ എന്നൊക്കെ എഴുതിയേക്കുമ്പോൾ അത്, സ്തോത്രം, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന
അടുത്തത് കടും ചുവപ്പ് നിറമുള്ള മൃഗം. അതിന് ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, പുരോഹിതന്മാരാരും ദൈവമല്ല, പക്ഷെ ജനങ്ങൾ ഇവരെ എന്താക്കുക? ദൈവമാക്കുക. അവരുടെ ഇടക്കെട്ടും അവരുടെ ഉടുപ്പും അവരുടെ രക്താംബരം പോലുള്ള ഡ്രസ്സും അതെല്ലാം കാണുമ്പോൾ അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുക. ആ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് സന്തോഷം, ഞങ്ങൾ സാധാ മനുഷ്യരാണ്, ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ്, പക്ഷേ ഞങ്ങളെ എല്ലാവരും കൂടെ കൂടി എന്താക്കുക? ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അവിടെയാണ് പ്രശ്നം. സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനത്തിലേക്ക് ആളുകൾ വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കടും ചുവപ്പ് നിറമുള്ള മൃഗം, രക്താംബരം, ഇതെല്ലാം പാപത്തിൻ്റെ സാദൃശ്യമാണ്. 17:4. ആ സ്ത്രീ ധൂമ്രവർണ്ണവും. സ്തോത്രം. നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. ധൂമ്രവർണ്ണം, അവരുടെ ഡ്രസ്സ്, അവരുടെ മത നേതാവിൻ്റെ ഡ്രസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവരെയാണ് മഹാവേശ്യ എന്ന് പരിശുദ്ധാത്മാവ് അഥവാ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? യേശു മാത്രം വഴിയായിരിക്കെ, യേശു മാത്രം സത്യമായിരിക്കെ, യേശു മാത്രം ജീവൻ്റെ ഉറവിടമായിരിക്കെ, സ്തോത്രം, ദൈവമക്കളെ മാതാവിലേക്കും കന്യകമാതാവിലേക്കും വിശുദ്ധന്മാരിലേക്കും ആശ്രയിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതാൻ കാരണം ദൈവത്തോട് അകറ്റുക, കർത്താവിനോടുള്ള ഏകാഗ്രത അകറ്റുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം കർത്താവിനെ കൂടാതെ, കർത്താവിൽ കൂടെ മാത്രം രക്ഷയാകുമ്പോൾ, കർത്താവിൽ കൂടെ മാത്രമല്ല കന്യാമറിയാമിൽ കൂടെ രക്ഷയുണ്ട്, വിശുദ്ധന്മാരിൽ കൂടെ രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിനെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്കും 3-4 വരുമ്പോൾ, സ്തോത്രം, അതിനെ വേശ്യാവൃത്തിയായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. സ്വർണ്ണ പാനപാത്രം എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കണം. ചിലരുടെ വടിയും അംശവടിയും അവരുടെ ഡ്രസ്സും, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ബാഹ്യമോടിയും അവരുടെ ധനമഹാത്മ്യത്തെ കാണിക്കുന്നതാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ പലരും കണ്ടായിരുന്നു, നമ്മുടെ കർത്താവ് കഴുതപ്പുറത്താണ് പോയത്. ഒരു മതമേലധ്യക്ഷൻ 7 കോടി രൂപയുടെ കാറിൽ പോകുന്നു. അപ്പം ആളുകൾ കമൻ്റ് ഇട്ടേക്കുവാണ്, കഴുതപ്പുറത്ത്, അതും സ്വന്തമല്ല, വായ്പയാണ്. കഴുതപ്പുറത്ത് പോയ കർത്താവിന് ഇത്രയും വേണോ എന്ന് ചോദിപ്പാനിടയായി. സ്തോത്രം. അതൊക്കെ അവരുടെ കാര്യം. ഇതെല്ലാം ധനമഹാത്മ്യവും ബാഹ്യമോടിയും കാണിക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം എന്തുണ്ട്? ന്യായവിധിയുണ്ട്. സ്തോത്രം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനുമാക്കും. പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം, ഇതെല്ലാം വരുമ്പോൾ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ എന്ത് ചെയ്തിരിക്കുക? ചതിച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിൻ്റെ 51-17, സ്തോത്രം, ഒക്കെ ഇതാണ് പഠിക്കുക. ഇങ്ങനെ കാണിക്കുന്ന എല്ലാത്തിനും ന്യായവിധിയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശു മാത്രമാണ് കർത്താവ്. യേശുവിനെ കൂടാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ യേശു കർത്താവിൽ കൂടെ രക്ഷ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ആളുകളുടെ ആരുടെയെങ്കിലും ഒരു കർമ്മം കൊണ്ടല്ല രക്ഷ പൂർണ്ണമാകുന്നത്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. ഉന്നതന്മാരായ വ്യക്തികളോട് പറയാറുണ്ട്. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൽ കൂടി അല്ലാതെ രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ഈ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിൽ മാത്രമേ, സ്തോത്രം, നമ്മൾ മറ്റൊരു രക്തത്തിൽ നിന്ന് ഒഴിവാകത്തുള്ളൂ.
അതുകൊണ്ട് യേശുക്രിസ്തു വരും, യേശുക്രിസ്തു വരാറായി. അവന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.